മഹാഭാരതത്തിൽ വളരെ പ്രധാനമർഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, കർണൻ. കർണൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് കർണന് ഫാൻസ് ഉണ്ട്. പക്ഷെ കർണൻ തോറ്റുപോയ ആളാണ്. ആളെ എല്ലാ വിധത്തിലും തോറ്റുപോയി, പരാജയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയ ആളാണ്. പക്ഷെ കർണനെ സംബന്ധിച്ചിടത്തോളം, കർണനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആള് ഭയങ്കര സത്യസന്ധനും മൂല്യങ്ങൾ വളരെ സത്യസന്ധമായി മുറുകെ പിടിച്ചൊരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ട് കർണൻ പരാജയപ്പെട്ടു? കർണൻ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും. കാരണം കർണന്റെ ആ ഒരു നല്ല മനസ്സിനെ എല്ലാവരും ചൂഷണം ചെയ്തിട്ടുണ്ട്. കർണന്റെ അമ്മ പോലും, കുന്തി ദേവിയാണല്ലോ കർണന്റെ അമ്മ പോലും ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ വന്നിട്ട് കുന്തി ദേവി പറയാണ്, കർണൻ നീ എൻ്റെ മകനാണെന്ന്. അത് കർണന് ഭയങ്കര ഷോക്കായി മാറുകയാണ്. ഇവര് നിന്റെ സഹോദരങ്ങളാണെന്ന് പറയുന്നത്. അതായത് അവരോടുള്ള വൈരാഗ്യത്തിൽ യുദ്ധത്തിന് എല്ലാ രീതിയിലും മാനസികമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന കർണനോട് വന്നിട്ട് കുന്തിദേവി പറയണം നീ എൻ്റെ മകനാണ്. കർണൻ അങ്ങോട്ട് തകർന്നു പോകണം. അപ്പോൾ വാസ്തവത്തിൽ അവിടെയും കുന്തിദേവി ഇൻഡയറക്ട്ലി ശ്രമിക്കുന്നത് ആ കർണന്റെ വീര്യം നഷ്ടപ്പെടുത്താനാണ്, എന്ത് യുദ്ധം ചെയ്യാനുള്ള വീര്യം നഷ്ടപ്പെടുത്താനാണ്. അപ്പൊ കർണൻ പറയുന്ന മറുപടിയും അതിഗംഭീരമായിട്ടാണ്. അത് കർണൻ അവിടെയും അനാദരവ് കാണിക്കുന്നില്ല സ്വന്തം അമ്മയോട്. അപ്പോഴും പറയുന്നത്, നിസ്സഹായമായിട്ട് പറയുന്നത്, അമ്മേ നിങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒഴുക്കിക്കളഞ്ഞവനല്ലേ ഞാൻ, നിങ്ങൾ എന്നെ ഒഴുക്കിക്കളഞ്ഞവനാണ്, എന്നിട്ട് ഇപ്പൊ വന്നിട്ട് മകനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരുന്നത് എന്തിനാണ്? അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇത് എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പൊ കർണൻ കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, യുദ്ധം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മക്കളായിരിക്കും. ഒരു വാക്ക് ഞാൻ തരാം, ഞാൻ അർജുനനെ മാത്രമേ കൊല്ലുള്ളൂ. ബാക്കി പലരെയും കൊല്ലാനുള്ള അവസരം കർണന്റെ മുന്നിൽ ഒരുപാട് തവണ വന്നിട്ട് പോലും കർണൻ അർജുനനെ മാത്രം കൊല്ലുള്ളൂ എന്നുള്ള വാശിയിൽ നിന്നു. പക്ഷെ കർണൻ കൊല്ലപ്പെടുന്നതും ചതിയിലൂടെയാണ് കർണൻ കൊല്ലപ്പെടുന്നത്. പക്ഷെ ഈ കർണൻ കൊല്ലപ്പെടുന്നു, വധിക്കപ്പെടുന്നു. കർണൻ തോക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് കർണൻ സൂര്യപുത്രനായിട്ടാണ് ജനിച്ചത്, സൂര്യപുത്രനായിട്ട്. പക്ഷെ വളരുന്നത്, എടുത്തു വളർത്തുന്നത് സൂതനാണ്. സൂതൻ എന്ന് പറഞ്ഞാൽ ഈ ചാരിയറ്റർ, തേരാളി. അപ്പോൾ ഒരു സൂതനാണ് കർണനെ എടുത്തു വളർത്തുന്നത്. അപ്പൊ സൂര്യപുത്രനായിട്ട് ജനിച്ച കർണൻ സൂതപുത്രനായിട്ടാണ് വളരുന്നത്. പിന്നീട് ദുര്യോധനൻ കർണനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർണൻ ബേസിക്കലി നല്ല ഒരാളാണെങ്കിൽ പോലും കർണൻ ദുര്യോധനൻ ചെയ്യുന്ന എല്ലാ അനീതികളും സഹിക്കുന്നത്. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുകയാണ്, മറ്റുള്ള കടപ്പാടിന് ഭയങ്കര വാല്യൂ കൊടുക്കുകയാണ്. അത് എന്നെ എല്ലാവരും അവഗണിച്ചപ്പോൾ, എല്ലാവരും അപമാനിച്ചപ്പോൾ, എല്ലാവരും സൂതപുത്രൻ എന്ന് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഒരാളാണ് എന്ത്? ദുര്യോധനൻ. അതുകൊണ്ട് ദുര്യോധനൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും കർണന് ശരിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് ഭയങ്കര അത് ആ ഒരു കടപ്പാടിന്റെ ഒരു മനുഷ്യൻ കൂടിയാണ് കർണൻ. അപ്പൊ ഇവിടെ നല്ല രസമുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യപുത്രനായിട്ട് ജനിച്ച കർണൻ സൂതപുത്രനായിട്ട് വളർന്നു, സൂതപുത്രനായിട്ട് തന്നെ മരിക്കുന്നുണ്ട്. അതായത് ഈ കർണന്റെ മരണം ഭയങ്കര രസമാണ്. കർണന്റെ മരണം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മഹാഭാരതത്തില് അഭിമന്യു വീഴുന്നുണ്ട് ഒരു ചതിയിലൂടെ. അഭിമന്യു വീണ് കിടക്കുന്നിടത്ത് കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കർണനാണ്. അപ്പം മരിക്കാൻ പോണ അഭിമന്യു കുറച്ച് വെള്ളം തരുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. മരിക്കാൻ പോവാണ്, കുറച്ച് വെള്ളം തരുന്നു. അപ്പൊ കർണന്റെ തൊട്ടടുത്താണ് ഈ വെള്ളത്തിന്റെ ചെറിയ പോണ്ടുള്ളത്. അപ്പൊ കർണന് വേണമെങ്കിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് കൊടുക്കാം. പക്ഷെ അവിടെയും കർണൻ ദുര്യോധനൻ എന്ത് തോന്നുമെന്ന് വിചാരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ദുര്യോധനൻ എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ട് കർണൻ വെള്ളം എടുത്ത് കൊടുക്കുന്നില്ല. ഈ കുഴിയുണ്ടല്ലോ, വെള്ളത്തിന്റെ ഈ വെള്ളത്തിന്റെ കുഴിയിലാണ് കർണന്റെ രഥം പിന്നീട് സ്റ്റക്ക് ആവണം. അപ്പോ ഈ കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഞാൻ പറഞ്ഞ കർമ്മ. അതായത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ന്യൂട്ടന്റെ തിയറി ഇവിടെ വരികയാണ്. കാരണം കർണന് അന്ന് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ തിയറി വരില്ല, കർണൻ ഈ കർമ്മ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അന്ന് ദുര്യോധനൻ എന്ത് തോന്നുന്നു വെച്ചിട്ട് വെള്ളം എടുത്തു കൊടുക്കാതിരുന്ന കർണൻ ഇതേ കുഴിയിൽ വന്ന് വീഴാണ്, ഈ വെള്ളത്തിന്റെ കുഴിയിൽ വന്ന് വീഴാണ്, സ്റ്റക്ക് ആവുകയാണ്. അപ്പോ കർണന്റെ തേരാളിയായിട്ടുള്ള ശല്യരോട് കർണൻ പറയാണ്, ആ രഥം നീ വെള്ളത്തിൽ നിന്ന് ഇറക്കൂ. അപ്പോ ശല്യർ പറയാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഇതെന്റെ ജോലിയല്ല, നീ സൂതനാണ്, നിന്റെ ജോലിയാണ് രഥം തേരിൽ നിന്ന്. അവിടെ ഇൻസൾട്ട് ചെയ്യാണ് സ്വന്തം തേരാളിയായിട്ടുള്ള ശല്യർ കർണനെ. കർണൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ഈ ചക്രം ചെളിയിൽ നിന്നും മാറ്റുമ്പോഴാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, ഭഗവാൻ പറയുന്നത് അർജുനോട്, അർജുന ഇതാണ് അവസരം, അമ്പെയ്യൂ.
അങ്ങനെയാണ് കർണൻ മരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ ഒന്ന് നോക്കണം, പിക്ചർ ഒന്ന് നോക്കണം. സൂര്യപുത്രൻ സൂതപുത്രനായിട്ട് വളർന്നു. മനസ്സിൽ മുഴുവൻ ഈ ഇൻഫ്യൂരിറ്റി ഉണ്ടായിരുന്നു കർണന്റെ. എല്ലാവരും സൂതൻ 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 എന്ന് വിളിക്കുമ്പോൾ ഞാൻ സൂതനാണോ സൂതനാണോ സൂതനാണോ, നമ്മുടെ മൈൻഡിലെ കണ്ടിന്യൂസ് തോട്ട് നമ്മുടെ ലൈഫായി മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കർണന്റെ മരണം. കർണൻ മരിക്കുന്നത് സൂതനായിട്ടാണ്. അപ്പോൾ കണ്ടിന്യൂസ് തോട്ട് നമ്മുടെ ലൈഫ്, അതായത് ഞാൻ ഒറ്റ സിമ്പിൾ മെസ്സേജ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, റിപ്പീറ്റഡ് തോട്ട് ഉണ്ടല്ലോ നമ്മുടെ മൈൻഡിൽ, റിപ്പീറ്റഡ് തോട്ട്, അതാണ് നമ്മുടെ ലൈഫ് കേട്ടോ. അതായത് ഈ പണ്ടത്തെ ഇതില്ലേ, എന്താ റെക്കോർഡ് പ്ലെയർ ഇല്ലേ, അതെവിടെയെങ്കിലും നീഡിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഒരേ ലൈൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും, ശരിയല്ലേ? ചില ആൾക്കാരുടെ അത് നെഗറ്റീവ് ആയിരിക്കും ആ ലൈൻ. ഞാനൊന്നിനും കൊള്ളില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ മോശക്കാരനാണ്, എനിക്ക് കഴിവില്ല. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതായി മാറും. ഞാൻ ബെസ്റ്റാണ് എന്ന് വിചാരിക്കുക, ഞാൻ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുക, പാടാണ്. ട്രെയിൻ ചെയ്യിക്ക്. റിപ്പീറ്റഡ് തോട്ട് is your life. I'm telling you. Repeated thought. So whatever thought is repeating in your mind, that is your life. ഇത് ഞാൻ എവിടെയും പറയും, ഇത് ഒരുപാട് ആൾക്കാരുടെ അനുഭവമാണ്. റിപ്പീറ്റഡ് തോട്ട് ഇസ് യുവർ ലൈഫ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ എന്നുള്ളത് നിങ്ങളുടെ തോട്ട് അനലൈസ് ചെയ്താൽ മതി. സാർ പറയുന്നത് നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ തന്നെ നമുക്ക് ജീവിതം സക്സസ് ആക്കാം. എന്തും തുടങ്ങുന്ന ചിന്തയിൽ നിന്നല്ലേ, എന്തും തുടങ്ങുന്ന ചിന്തയിൽ നിന്ന്. ഇപ്പൊ ഈ ABC ചാനൽ തുടക്കം അവിടെ നിന്നാണ്, ഒരാളുടെ ചിന്തയിൽ നിന്നല്ലേ, ശരിയല്ലേ? കറക്റ്റല്ലേ? എന്തിന്റെ തുടക്കം അവിടെ നിന്നാണ്, ഒരു ചിന്തയിൽ നിന്നല്ലേ. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.